ബാബുരാജ് മാസ്റ്റർ. പ്രായവ്യത്യാസമില്ലാതെ ഒരു പിടി ഗാനങ്ങൾ ഇന്നും മലയാളികൾ പാടി നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ എത്ര മഹത്തരമാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ ഓർമ്മ വന്നു. എല്ലാ കൂട്ടുകാരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പാട്ടുപാടിയാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് പോലീസ് കോൺസ്റ്റബിളായ കുഞ്ഞുമുഖയാണ്. വിദ്യാലയ കലാസാഹിത്യവേദിയുടെ ഭാഗമായി നമ്മളിന്ന് ബാബുരാജ് അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ ഇത് നിർവഹിക്കുന്നു. അതൊരു പാട്ടോടുകൂടിയാണ് നിർവഹിക്കുന്നത്. ശബ്ദം തീരെയില്ല, ഇടയ്ക്കിടയ്ക്ക് ശ്രുതികൾ. ഒരു പുഷ്പം മാത്രമേ, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂണ്ടിക്കുക. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂണ്ടിക്കുക. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ. നമ്മുടെ കേരളത്തിൽ മലയാളത്തിന്റെ ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്, മഹാനായ മനുഷ്യനാണ് ബാബു അല്ലേ? ബാബുക്കെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ ക്ലാസ് പഠിക്കുന്നുണ്ട്. ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങായി താമസമെന്തേ വരുവാൻ. 1921 ജനിച്ച ഒരു വലിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഉപേക്ഷിച്ച കാരണത്താൽ ബാല്യകാലം വളരെയധികം പ്രയാസത്തിലായിരുന്നു. കോഴിക്കോട് അങ്ങാടിയിലും ട്രെയിനിലും പാട്ടുപാടി ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന അയാളെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ദത്തെടുത്തു. നമ്മളെ എത്തിക്കുന്ന പാട്ടാണ് അതൊക്കെ എന്നുള്ളത്. നിങ്ങളുടെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോൾ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോൾ കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ. ഉറക്കപ്പാട് സംഗീതജ്ഞൻ, ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ രാജകുമാരനായിട്ടുള്ള MS ബാബുരാജ്, ബാബുക്ക, പ്രിയപ്പെട്ട ബാബുക്കയുടെ അനുസ്മരണത്തിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് MS ബാബുരാജ് അഥവാ കോഴിക്കോടിന്റെ തെരുവുകളിൽ നിന്ന്
സംഗീതത്തിന്റെ അനന്ത ഗായകനാണ് MS ബാബുരാജ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം? എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടാവും പല ആളുകളും. അതൊന്ന് കേട്ടിട്ട് ഇവരൊക്കെ നല്ല നല്ല പാട്ടുകാരാണ് അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെ പാട്ടുകാരാവില്ല, ആവോ? ആരും ഒരിക്കലും സാധിക്കില്ല. പക്ഷേ നമ്മളൊക്കെ പാടും. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ പാട്ട് പാടാതിരിക്കില്ല അല്ലേ? കവിളി വന്നിട്ടില്ല, അറിയില്ല, അറിയില്ല, ടീച്ചറെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ പരിപാടി മനോഹരമാക്കുവാൻ ഇത്രയും ഈ കുട്ടികൾക്കും എൻ്റെ വക നന്ദി അറിയിച്ചു.